ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മാംഗല്യം കഥയുടെ ഭാഗം 3 കേട്ടോ. ബാക്കി 2 ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ മാംഗല്യം എന്നുള്ള പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. പ്രഭാതം. ജനൽ ചില്ലിലൂടെ അകത്തേക്ക് വീണ ഇളം സൂര്യപ്രകാശം മുറിയെ പതിയെ ഉണർത്തിക്കൊണ്ടിരുന്നു. മുറ്റത്തെ മാവിൽ ഇരുന്ന കിളികളുടെ ചിലമ്പൽ, അടുക്കളയിൽ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന നേർത്ത ശബ്ദം. ഗ്രാമം പതിവ് പോലെ മറ്റൊരു ദിവസത്തെ വരവേൽക്കുകയായിരുന്നു. പക്ഷേ ആ പ്രഭാതത്തിന് ഇന്ദുവിന്റെ ജീവിതത്തിൽ യാതൊരു പുതുമയും ഉണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ ആശുപത്രി വരാന്തയിലിരുന്ന് കണ്ണടയ്ക്കാതെ കഴിഞ്ഞ ക്ഷീണം അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അതേസമയം വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു മീര. ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിൽ നിന്ന് മുടി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു. മീരേ, ചായ തണുക്കും മോളെ. ദാ വരുന്നമ്മേ. വേഗത്തിൽ മുടി കെട്ടി ബാഗ് എടുത്ത് അവൾ ഹാളിലേക്ക് വന്നു. മേശപ്പുറത്തിരുന്ന ചായ ഒരു കവിള് കുടിച്ചുകൊണ്ട് ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8:30 കഴിഞ്ഞിരുന്നു. അയ്യോ! അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. സാധാരണ ഈ സമയമാകുമ്പോഴേക്കും ഇന്ദു ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടാകും. രണ്ടുപേരും ഒരുമിച്ചാണ് ദിവസവും സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ ഇന്ന് ഇന്ദുവിന്റെ ഒരു മെസ്സേജോ ഫോൺ കോൾ പോലും വന്നിരുന്നില്ല. ഇവൾക്കിതെന്തു പറ്റി? മീര സ്വയം പറഞ്ഞുകൊണ്ട് ഫോൺ കോണ്ടാക്റ്റിൽ നിന്ന് ഇന്ദുവിന്റെ നമ്പർ തിരഞ്ഞെടുത്തു. കോൾ ബട്ടൺ അമർത്തി. ഫോണ് റിങ് ചെയ്തു. 1, 2, 3. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മറുതലയ്ക്കൽ കോൾ എടുത്തു. ഹലോ. ഇന്ദുവിന്റെ ശബ്ദം കേട്ടതും മീരയുടെ നെറ്റി ചുളിഞ്ഞു. ആ ശബ്ദത്തിൽ പതിവ് ഉന്മേഷമുണ്ടായിരുന്നില്ല. വല്ലാത്ത ക്ഷീണവും സങ്കടവും നിറഞ്ഞിരുന്നു. ഇന്ദു, നീ എവിടെയാ? ഇതുവരെ റെഡിയായില്ലേ? സമയം എത്രയെന്ന് അറിയാമോ? അപ്പുറത്ത് കുറച്ചു നിമിഷം നിശബ്ദത മാത്രം. മീര വീണ്ടും വിളിച്ചു. ഇന്ദു, കേൾക്കുന്നുണ്ടോ? വളരെ പതിയെ ഇന്ദു മറുപടി പറഞ്ഞു. മീര, ഞാൻ ഹോസ്പിറ്റലിലാണ്. ആ ഒരു വാക്ക് മതിയായിരുന്നു മീരയുടെ മുഖത്തെ ചിരി പെട്ടെന്ന് മായാൻ. ഹോസ്പിറ്റലിലോ? എന്താ? എന്തു പറ്റി? ഇന്ദുവിന്റെ ശബ്ദം ഇടറാൻ തുടങ്ങി. അത് ഇന്നലെ രാത്രി അച്ഛന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി. ഒരുപാട് ബുദ്ധിമുട്ടി. ഞാനും അമ്മയും ചേർന്ന് രാത്രിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മീര ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. ഇന്ദു പതിയെ രാത്രിയിൽ നടന്നതെല്ലാം പറയാൻ തുടങ്ങി. അച്ഛൻ പെട്ടെന്ന് ചുമച്ചതും ശ്വാസം കിട്ടാതെ പെടഞ്ഞതും അമ്മ പരിഭ്രമിച്ച് വിളിച്ചതും രാത്രിയിൽ ഓട്ടോ വിളിച്ച് ആശുപത്രിയിലേക്ക് ഓടിയതും ഡോക്ടർമാരെ എമർജൻസി വാർഡിലേക്ക് കൊണ്ടുപോയതും കുറച്ചു നേരം പുറത്തുനിന്ന് കാത്തിരുന്നതും പിന്നെ ഡോക്ടർ വിളിച്ച് രോഗത്തിന്റെ അവസ്ഥ പറഞ്ഞതും ചികിത്സ വൈകിക്കരുതെന്ന് പറഞ്ഞതും ഇനി വലിയ ചികിത്സ തുടങ്ങേണ്ടി വരുമെന്ന് അറിയിച്ചതും ഓരോ കാര്യവും ഒന്നുപോലും വിട്ടുപോകാതെ അവൾ മീരയോട് പറഞ്ഞു. അത് പറയുമ്പോൾ പലതവണ അവളുടെ ശബ്ദമിടറി. ചില സമയങ്ങളിൽ പറയാൻ പോലും കഴിയാതെ നിശബ്ദയായി. ഫോണിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് മീരയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു. ഇന്ദു, അവൾ പതിയെ വിളിച്ചു. കരയണ്ടടി, ഞാനില്ലേ. നീ ഇപ്പൊ ധൈര്യമായിട്ടിരിക്കി. അമ്മയുടെ മുന്നിൽ ഇങ്ങനെ തളരാൻ പാടില്ല. ഇന്ദു ഒന്നും പറഞ്ഞില്ല. അവളുടെ ശ്വാസം മാത്രം കേൾക്കാമായിരുന്നു. മീര ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ സ്കൂളിലേക്ക് പോവാം. പ്രിൻസിപ്പാളിനോട് എല്ലാം പറഞ്ഞിട്ട് ഞാൻ ലീവ് എടുക്കാം. അതിനുശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് വരാം. അതുവരെ നീ ഒന്നും ആലോചിക്കണ്ട, കേട്ടല്ലോ. ഞാൻ എത്തും. ഇന്ദുവിന്റെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. മീര, നീ വന്നാ മതി. എനിക്കിപ്പോ ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ വരാം. അതുവരെ ധൈര്യമായിട്ടിരിക്കി. അച്ഛനൊന്നും സംഭവിക്കില്ല. നമ്മൾ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ? മീരയുടെ ആ വാക്കുകൾ ആ പ്രഭാതത്തിൽ ഇന്ദുവിന് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസമായിരുന്നു. ഫോൺ പതിയെ കട്ട് ചെയ്തു. മീര കുറച്ചു നിമിഷം അതേപടി നിന്നു. മനസ്സ് മുഴുവൻ ആശുപത്രിയിലായിരുന്നു. പെട്ടെന്ന് ബാഗ് എടുത്ത് തോളിലിട്ടു. അമ്മേ, ഞാൻ സ്കൂളിൽ പോയിട്ട് ഉടനെ തിരിച്ചു വരും. അടുക്കളയിൽ നിന്ന് അമ്മ അത്ഭുതത്തോടെ പുറത്തു വന്നു. എന്തു പറ്റി മോളെ? മീര ചെരുപ്പ് ധരിക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇന്ദുവിന്റെ അച്ഛനെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പ്രിൻസിപ്പാളിനോട് ലീവ് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവുക. അമ്മയുടെ മുഖത്തും വിഷമം നിറഞ്ഞു. പാവം. ശരി മോളെ, ശ്രദ്ധിച്ചു പോ. മീര തലയാട്ടി. ബാഗ് തോളിലിട്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. അവളുടെ നടത്തത്തിന് പതിവിലുണ്ടായിരുന്ന ശാന്തതയില്ലായിരുന്നു. ഓരോ ചുവടിലും എത്രയും വേഗം ആശുപത്രിയിലെത്തി ഇന്ദുവിന്റെ അടുത്തെത്തണമെന്ന ഒരേ ഒരു ചിന്ത മാത്രം. രാവിലെ സൂര്യപ്രകാശം ഗ്രാമവഴിയിലൂടെ പരന്നു കിടക്കുമ്പോൾ മീര വേഗത്തിൽ സ്കൂളിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു. ഇന്ദുവിന്റെ അച്ഛന് ഒന്നും സംഭവിക്കരുതേ എന്ന്.
പ്രഭാതത്തിന്റെ ഇളം തണുപ്പ് ഇപ്പോഴും മുറ്റത്ത് തങ്ങി നിൽക്കുന്ന സമയമായിരുന്നു അത്. ഹരിശ്രീയുടെ വിശാലമായ മുറ്റത്തേക്ക് പതിയെ സൂര്യപ്രകാശം വീണു തുടങ്ങിയിരുന്നു. മുറ്റത്തിന്റെ ഒരു വശത്ത് നിറയെ പൂത്തു നിൽക്കുന്ന ചെമ്പരത്തി ചെടികളും മുല്ലപ്പൂക്കളും ഇളം കാറ്റിൽ പതിയെ ആടിക്കൊണ്ടിരുന്നു. സിറ്റൗട്ടിൽ വലിയൊരു മരമേശയ്ക്ക് ചുറ്റുമായി എല്ലാവരും ഇരിക്കുകയായിരുന്നു. ജാനകി, മുത്തശ്ശി ദേവകിയമ്മ, മാധവൻ, ഭാര്യ ശാരദ, അവരുടെ മകൾ അനു. എല്ലാവരും രാവിലെ ചായ കുടിച്ചുകൊണ്ട് ഓരോ വിശേഷങ്ങൾ സംസാരിക്കുകയായിരുന്നു. ജാനകിയുടെ മുഖത്ത് മാത്രം എന്തോ ആലോചനയുണ്ടായിരുന്നു. കപ്പിലുണ്ടായിരുന്ന ചായ ഒന്ന് താഴെ വെച്ച ശേഷം അവർ പതിയെ പറഞ്ഞു, "അമ്മേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു." ദേവകി അമ്മ മുഖമുയർത്തി നോക്കി. "എന്താ ജാനകി?" ജാനകി ഒരു ദീർഘനിശ്വാസം വിട്ടു. "നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഇന്നലെ വിളിച്ചിരുന്നു. ഇന്നലെ ഒരു കാർ അപകടം പറ്റിയത്രേ. കാലൊടിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ 2 മാസമെങ്കിലും പൂർണ്ണ വിശ്രമം വേണമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു." എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു. "അതുകൊണ്ട് ഈ 2 മാസം സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർ ഒന്ന് നിർത്തി. എൻ്റെ ആരോഗ്യം വെച്ച് എല്ലാ ദിവസവും അവിടെ പോയി ഇരുന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ എനിക്കിപ്പോൾ പറ്റില്ല അമ്മേ. ഞാൻ എന്താ ചെയ്യണ്ടേ?" അവരുടെ ശബ്ദത്തിൽ ശരിക്കും ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. ദേവകിയമ്മ കുറച്ചു നേരം ആലോചിച്ചു. പിന്നെ മുഖത്ത് ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, "അതിനാണോ മോളെ ഇത്ര ടെൻഷൻ? ഒരു കാര്യം ചെയ്താൽ പോരെ?" ജാനകി ആകാംക്ഷയോടെ നോക്കി. "എന്താ അമ്മേ?" "കാശിയില്ലേ വീട്ടില്? അവൻ 2 മാസം സ്കൂളിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കട്ടെ." ആ വാക്ക് കേട്ടതും മാധവൻ അറിയാതെ ചിരിച്ചുപോയി. "അമ്മേ, നടക്കുന്ന കാര്യം വല്ലതും പറയ്. അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടാ 2-ാം ദിവസം തന്നെ തിരിച്ചിങ്ങ് പോരും." ശാരദയും ചെറിയൊരു ചിരിയോടെ ഭർത്താവിനെ നോക്കി. പക്ഷേ ദേവകി അമ്മയുടെ മുഖത്ത് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. "നിങ്ങൾക്കൊന്നും അവനെ അറിയില്ല. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. പുറത്ത് എങ്ങനെയാണെങ്കിലും ഈ മുത്തശ്ശിയുടെ വാക്ക് അവൻ ഇന്നുവരെ അനുസരിക്കാതെ ഇരുന്നിട്ടില്ല." ജാനകി ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ വാക്കുകളിൽ അവർക്കും വിശ്വാസമുണ്ടായിരുന്നു. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്ന് കാശിനാഥൻ താഴേക്കിറങ്ങി വന്നത്. ഇളം നീല ഷർട്ടും ജീൻസും ധരിച്ച് കയ്യിൽ ബൈക്കിന്റെ താക്കോൽ കറക്കിക്കൊണ്ടായിരുന്നു അവന്റെ വരവ്. മുഖത്ത് പതിവ് പോലെ ഗൗരവം. ആരെയും പ്രത്യേകിച്ച് നോക്കാതെ നേരെ വാതിലിലേക്ക് നടന്നു. "കാശി!" ദേവകി അമ്മയുടെ വിളി കേട്ടതും അവൻ ചുവടുകൾ നിർത്തി. തിരിഞ്ഞു മുത്തശ്ശിയെ നോക്കി. "എന്താ മുത്തശ്ശി? നീ എങ്ങോട്ടാ രാവിലെ തന്നെ?" കാശി വളരെ ചുരുക്കത്തിൽ മറുപടി പറഞ്ഞു. "ക്ലബ്ബ് വരെ. കുറച്ചു നേരം കഴിഞ്ഞ് വരാം." ദേവകി അമ്മ ഒന്ന് തലകുലുക്കി. "ഇന്ന് നീ എവിടേക്കും പോണ്ട." കാശിയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. "എന്താ?" "നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാൾക്ക് അപകടം പറ്റിയ കാര്യം നീ അറിഞ്ഞില്ലേ? 2 മാസം റെസ്റ്റിലാണ്." കാശി ഒന്നും പറഞ്ഞില്ല. ശാന്തമായി കേട്ടുനിന്നു. ദേവകി അമ്മ തുടർന്നു. "അതുവരെ നീ സ്കൂളിൽ പോകണം." കാശിയുടെ മുഖം പെട്ടെന്ന് മാറി. "ഞാനോ? ഞാൻ എന്തിനാ പോകുന്നത്? അമ്മ നോക്കുമല്ലോ." ജാനകി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും ദേവകി അമ്മ കൈകൊണ്ട് തടഞ്ഞു. "ജാനകിക്ക് ഈ ആരോഗ്യം വെച്ച് എല്ലാ ദിവസവും അവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. പിന്നെ നീ ഇത്രയും പഠിച്ച കുട്ടിയല്ലേ. കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും നീ പോകുന്നതാ നല്ലത്. 2 മാസം നീ പോയി നോക്കിയാ മതി." കാശി മുഖം ചുളിച്ചു. പക്ഷേ അവന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. "എനിക്ക് പറ്റില്ല മുത്തശ്ശി. ഞാൻ ആ പരിപാടിക്കൊന്നുമില്ല. വേറെ ആരെങ്കിലും നോക്ക്." അവൻ വീണ്ടും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. "കാശി!" ഇത്തവണ ദേവകി അമ്മയുടെ ശബ്ദം കുറച്ചുകൂടി ഉറച്ചതായിരുന്നു. അവൻ വീണ്ടും നിന്നു. "ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. 2 മാസം, 2 മാസം മാത്രം. നിന്റെ ഈ വെറുതെയുള്ള കറക്കവും കൂട്ടുകാരുടെ കൂടെയുള്ള സമയം കളയലും അതൊക്കെ കുറച്ചുനാൾ മാറ്റിവെക്ക്. സ്കൂളിൽ പോയി കാര്യങ്ങൾ നടത്താൻ നോക്ക്. നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ആദ്യം പറയുന്ന കാര്യം ഇത് തന്നെയായിരിക്കും." ആ അവസാന വാക്ക് കാശിനാഥന്റെ മുഖത്തെ ഭാവം ഒന്ന് മാറ്റിമറിച്ചു. ഒരു നിമിഷം അവൻ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഒന്നും പറഞ്ഞില്ല. പക്ഷേ കണ്ണുകളിൽ ഒരു അസ്വസ്ഥത തെളിഞ്ഞു. അടുത്ത നിമിഷം കയ്യിലിരുന്ന ബൈക്കിന്റെ താക്കോൽ മേശപ്പുറത്തേക്ക് വെച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ തിരിഞ്ഞ് നേരെ മുകളിലത്തെ നിലയിലേക്ക് നടന്നു. പടികൾ കയറുന്ന അവന്റെ കാലൊച്ച മാത്രം ആ വീടാകെ മുഴങ്ങിക്കേട്ടു. സിറ്റൗട്ടിൽ വീണ്ടും നിശബ്ദത പരന്നു. ദേവകിയമ്മയുടെ മുഖത്ത് മാത്രം ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു, കാശിനാഥൻ ദേഷ്യപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഒടുവിൽ ഈ മുത്തശ്ശിയുടെ വാക്ക് അവൻ അനുസരിക്കുമെന്ന്. രാവിലെ സമയം. സ്കൂൾ മുറ്റത്തേക്ക് ഓരോ ബസ്സുകളായി കുട്ടികൾ എത്തിക്കൊണ്ടിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നായി ഓടിയെത്തുന്ന കുട്ടികളുടെ ചിരിയും കളിയും കൊണ്ട് സ്കൂൾ പരിസരം പതിയെ സജീവമായി. ഗേറ്റിനരികിൽ നിന്നിരുന്ന പ്യൂൺ കുട്ടികളെ അകത്തേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. അതേസമയം ബസ്സിൽ നിന്നിറങ്ങിയ മീര തോളിലുണ്ടായിരുന്ന ബാഗ് ഒന്ന് നേരെയാക്കി. മനസ്സിലാകെ ഇന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം.
എത്രയും വേഗം പ്രിൻസിപ്പാളിനോട് കാര്യം പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. വേഗത്തിൽ സ്റ്റാഫ് റൂമിലേക്ക് പോലും പോകാതെ അവൾ നേരെ പ്രിൻസിപ്പാളിന്റെ ഓഫീസിലേക്ക് നടന്നു. ഓഫീസ് മുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. മീര മെല്ലെ വാതിലിൽ മുട്ടി. മേ കമിൻ സർ? അകത്തു നിന്ന് ഗാംഭീര്യമായ ഒരു ശബ്ദം കേട്ടു. കമിൻ. ആ ശബ്ദം അവൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതായിരുന്നു. മീര മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അടുത്ത നിമിഷം അവളുടെ കാലുകൾ അറിയാതെ നിശ്ചലമായി. പ്രിൻസിപ്പാളിന്റെ കസേരയിൽ വെളുത്ത നിറത്തിലുള്ള ഫുൾ സ്ലീവ് ഷർട്ടും കടുന്നീല പാൻറ്റും ധരിച്ച്, ഷർട്ട് നന്നായി ഇൻ ചെയ്ത്, കയ്യിൽ ഒരു ഫയൽ മറിച്ച് നോക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു കാശിനാഥൻ. മുഖത്ത് പതിവ് പോലെ യാതൊരു ഭാവവുമില്ല. ഒരു നിമിഷം മീരയ്ക്ക് സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇയാളോ ഇവിടെ? അവളുടെ മുഖത്തെ അമ്പരപ്പ് ശ്രദ്ധിച്ചിട്ടെന്നോണം കാശിനാഥൻ പതിയെ തലയുയർത്തി നോക്കി. പറയൂ, ചുരുക്കത്തിലുള്ള ഒരേയൊരു വാക്ക്. മീര ഒന്ന് പതറി. സാർ, അവൾ അറിയാതെ വിളിച്ചു. കാശിനാഥൻ ഫയൽ അടച്ച് മേശപ്പുറത്ത് വെച്ചു. പ്രിൻസിപ്പാൾ ഇപ്പോൾ ലീവിലാണ്. അടുത്ത 2 മാസം സ്കൂളിന്റെ ചുമതല ഞാൻ നോക്കും. അത് കേട്ടതും മീരയുടെ മുഖത്തെ അമ്പരപ്പ് കൂടിയതേയുള്ളൂ. പക്ഷേ ഒന്നും പറയാതെ അവൾ സ്വയം നിയന്ത്രിച്ചു. എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് ലീവ് വേണമായിരുന്നു. കാശിനാഥൻ കസേരയിലേക്ക് ചാരിയിരുന്നു. കാരണം? നമ്മുടെ സ്കൂളിലെ മലയാളം ടീച്ചറായ ഇന്ദുലേഖയുടെ അച്ഛനെ ഇന്നലെ രാത്രി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവളെ ഒന്ന് കാണാൻ പോകേണ്ടതുണ്ട്. ആ പേര് കേട്ട നിമിഷം കാശിനാഥന്റെ കണ്ണുകൾ ഒരു നിമിഷം നിശ്ചലമായി. പക്ഷേ ആ മാറ്റം ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വീണ്ടും പഴയ ഗൗരവത്തിലേക്ക് മടങ്ങി. ഈ സ്കൂളില് ഇപ്പൊ 2 അധ്യാപകർ ലീവിലാണ്. ഇനി നിങ്ങളും പോയാ കുട്ടികളുടെ ക്ലാസ്സുകളൊക്കെ ആരെടുക്കും? മീര ശാന്തമായി പറഞ്ഞു. സാർ, അതൊരു അത്യാവശ്യ സാഹചര്യമാണ്. അവിടെ ഇപ്പോൾ അവളും അമ്മയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. കാശിനാഥൻ അവളുടെ വാക്ക് മുഴുവൻ കേട്ടു. പിന്നെ ശാന്തമായെങ്കിലും കർക്കശമായ ശബ്ദത്തിൽ പറഞ്ഞു. പ്രിൻസിപ്പാള് കുറച്ച് ഇളവ് തന്നിട്ടുണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെയല്ല. എല്ലാവരും തോന്നിയ പോലെ ലീവ് എടുക്കാൻ തുടങ്ങിയ സ്കൂളിന്റെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? മീരയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി. എന്നിട്ടും സ്വയം നിയന്ത്രിച്ച് പറഞ്ഞു. ക്ഷമിക്കണം സാർ, പക്ഷേ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാശിനാഥൻ കുറച്ചു നിമിഷം മിണ്ടാതെ അവളെ നോക്കി. പിന്നെ മേശപ്പുറത്തിരുന്ന ലീവ് രജിസ്റ്റർ എടുത്ത് അവളുടെ നേരെ നീക്കി. ശരി, ലീവ് എഴുതി വെച്ചിട്ട് പോയിക്കോളൂ. നാളെ മുതൽ സമയത്ത് ജോലിക്കെത്തണം. ഇന്നത്തെ ക്ലാസ്സുകൾ ഞാൻ എടുത്തോളാം. മീര രജിസ്റ്ററിൽ ഒപ്പിട്ടു. താങ്ക് യു സാർ. കാശിനാഥൻ ഒന്നും പറഞ്ഞില്ല. വീണ്ടും മുന്നിലുണ്ടായിരുന്ന ഫയലിലേക്ക് കണ്ണുകൾ തിരിച്ചു. മീര പതിയെ മുറിക്ക് പുറത്തേക്കിറങ്ങി. വാതിലടഞ്ഞതും അവൾ ഒരു ദീർഘനിശ്വാസം വിട്ടു. പിന്നെ സ്വയം പിറുപിറുത്തു. എന്തൊരു മനുഷ്യനാണേ! ഇയാൾ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. 2 മാസം ഇയാളെ സഹിക്കണല്ലോ. ഹരിശ്രീക്കാർക്ക് ഇതിലും നല്ല ആളെ കിട്ടിയില്ലേ? തലയാട്ടിക്കൊണ്ട് അവൾ വേഗത്തിൽ നടന്നു. അവിടെ നിന്ന് സ്കൂൾ ഗേറ്റ് കടന്ന് ആശുപത്രിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ മീരയുടെ മനസ്സിൽ ഇന്ദുവിനെക്കുറിച്ചുള്ള ആശങ്ക മാത്രമായിരുന്നു. അതേസമയം പ്രിൻസിപ്പാളിന്റെ മുറിക്കുള്ളിൽ മുന്നിലുണ്ടായിരുന്ന ഫയൽ തുറന്നിരുന്നെങ്കിലും കാശിനാഥന്റെ മനസ്സിലൂടെ കടന്നുപോയത് ഒരു പേര് മാത്രമായിരുന്നു: ഇന്ദുലേഖ. എന്നാൽ ആ മുഖത്ത് അത് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭാവം പോലും ഉണ്ടായിരുന്നില്ല. ആശുപത്രിയിലേക്ക് എത്തിയ ബസ് മെല്ലെ സ്റ്റാൻഡിൽ നിർത്തി. ബാഗ് തോളിലിട്ട് മീര വേഗത്തിലിറങ്ങി. ആശുപത്രിയുടെ പ്രധാന കെട്ടിടത്തിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു: ഇന്ദുവിന് എങ്ങനെയുണ്ടാവും? പാവം വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വരാന്തയിലൂടെ വേഗത്തിൽ നടന്ന് വാർഡിന് മുന്നിലെത്തിയപ്പോൾ ദൂരെ ഒരു കസേരയിൽ തലകുനിച്ചിരുന്ന ഇന്ദുവിനെ അവൾ കണ്ടു. കയ്യിൽ ആശുപത്രി ഫയൽ. മുഖമാകെ ക്ഷീണിച്ചിരിക്കുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നതിന്റെ ക്ഷീണവും മനസ്സിലെ ഭയവും ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. ഇന്ദു. മീരയുടെ വിളി കേട്ടതും ഇന്ദു പതിയെ തലയുയർത്തി. മീരയെ കണ്ട നിമിഷം ഇതുവരെ പിടിച്ചുവെച്ച ധൈര്യമെല്ലാം ഒറ്റയടിക്ക് തകർന്നുപോയി. അവൾ എഴുന്നേറ്റ് വന്ന് മീരയെ കെട്ടിപ്പിടിച്ചു. മീര, അത്രമാത്രം പറഞ്ഞു. പിന്നെ വാക്കുകൾ പുറത്തു വന്നില്ല. കരച്ചിൽ മാത്രം. മീരയും അവളെ ചേർത്ത് പിടിച്ചു. മതി, കരയല്ലേ ഇന്ദു, ഞാൻ വന്നില്ലേ. എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് രണ്ടുപേരും ആശുപത്രി ക്യാൻറ്റീനിലേക്ക് നടന്നു. ആ സമയത്ത് ക്യാൻറ്റീനിൽ തിരക്ക് കുറവായിരുന്നു. ജനലിനരികിലെ ഒരു മേശയ്ക്ക് മുന്നിലിരുന്നപ്പോൾ ഇന്ദു മെല്ലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. രോഗത്തിന്റെ അവസ്ഥ,
ഇനി ചികിത്സ വൈകിക്കാൻ പറ്റില്ലെന്ന കാര്യം, ആദ്യം തന്നെ വലിയൊരു തുക കണ്ടെത്തേണ്ടി വരുമെന്ന കാര്യം എല്ലാം കേട്ടു കഴിഞ്ഞതും മീര ഉടനെ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം നിശബ്ദമായിരുന്നു. പിന്നെ ഇന്ദുവിന്റെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി എന്താ നിന്റെ തീരുമാനം? ഇന്ദു കണ്ണീർ തുടച്ചു. എനിക്കറിയില്ല മീര. എങ്ങനെ ഇത്രയും പണം കണ്ടെത്തും? ഒന്നും മനസ്സിലാവുന്നില്ല. മീര ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇന്ദു, ഒരു കാര്യം പറയട്ടെ? ഇന്ദു പതിയെ തലയുയർത്തി. നമുക്ക് ഹരിശ്രീയിലേക്ക് പോകാം. ആ വാക്ക് കേട്ടതും ഇന്ദുവിന്റെ മുഖം മാറി. വേണ്ട മീര, എനിക്ക് പറ്റില്ല. ഞാൻ ആരുടെയും മുന്നിൽ പോയി സഹായം ചോദിക്കില്ല. മീര ഉടനെ മറുപടി പറഞ്ഞു. ഇത് നിനക്ക് വേണ്ടിയല്ല, അച്ഛന് വേണ്ടിയാണ്. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ ജാനകിയമ്മ തന്നെയല്ലേ പറഞ്ഞത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വരണം എന്ന്. അപ്പൊ പിന്നെ എന്തിനാ എത്ര മടി? ഇന്ദു ഒന്നും പറഞ്ഞില്ല. മീര വീണ്ടും അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നമുക്ക് കടമായിട്ടെങ്കിലും വാങ്ങിക്കാം, പിന്നീട് പതിയെ തിരിച്ചു കൊടുക്കാം. പക്ഷേ ഇപ്പൊ ചികിത്സ മുടങ്ങാൻ പാടില്ല. അച്ഛനെ രക്ഷിക്കണ്ടേ? ആ അവസാന ചോദ്യം ഇന്ദുവിന്റെ മനസ്സിൽ തറച്ചു. അവൾ മെല്ലെ തലകുനിച്ചു. ശരി, പോകാം. മീരയുടെ മുഖത്ത് ചെറിയൊരു ആശ്വാസം തെളിഞ്ഞു. അതാണ് വേണ്ടത്. രണ്ടുപേരും ക്യാൻറ്റീനിൽ നിന്ന് എഴുന്നേറ്റു. മീര ആദ്യം അമ്മയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി. ചോറും കറിയും ഒരു ചായയും വാങ്ങി കയ്യിലെടുത്ത് വാർഡിലേക്ക് നടന്നു. സാവിത്രിയുടെ അടുത്തെത്തി ഭക്ഷണം കൊടുത്തു. അമ്മേ, ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കരുത്. കുറച്ചെങ്കിലും കഴിക്കൂ. ഇരുവരും നിർബന്ധിച്ചിട്ടാണ് സാവിത്രി കുറച്ച് ഭക്ഷണം കഴിച്ചത്. ഇന്ദു അമ്മയുടെ അടുത്തിരുന്ന് പറഞ്ഞു, അമ്മേ, ഞാനും മീരയും ഒന്ന് ഹരിശ്രീ വരെ പോയിട്ട് വരാം. സാവിത്രി കുറച്ചു നേരം മകളെ നോക്കി. പിന്നെ പതിയെ പറഞ്ഞു, മോളെ, ദൈവം നമ്മളെ കൈവിടില്ല. എന്തെങ്കിലും വഴി കാണിച്ചു തരും. പോയി വരൂ. വൈകുന്നേരം ആശുപത്രി ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിന്നു. ഇന്ദുവും മീരയും അതിൽ കയറി. ഓട്ടോ പതിയെ മുന്നോട്ടെടുത്തു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. റോഡിലൂടെ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഇന്ദു. പെട്ടെന്നാണ് മീര നിശബ്ദത മുറിച്ചത്. ഇന്ദു, ഇന്ന് സ്കൂളിലൊരു കാര്യം നടന്നു. ഇന്ദു തിരിഞ്ഞു നോക്കി. എന്തേ? ഞാൻ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ചെന്നപ്പോ പ്രിൻസിപ്പാളിന്റെ കസേരയിൽ മറ്റൊരാളായിരുന്നു. ആരാ? കാശിനാഥൻ. ഇന്ദുവിന്റെ കണ്ണുകളിൽ ചെറിയൊരു അമ്പരപ്പ് തെളിഞ്ഞു. മീര തുടർന്നു. പ്രിൻസിപ്പാൾക്ക് അപകടം പറ്റിയത്രേ. 2 മാസം റെസ്റ്റിലാണ്. അതുവരെ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇനി കാശിനാഥനാണ്. ഇന്ദു ഒന്നും പറഞ്ഞില്ല. മീര ചെറിയൊരു ചിരിയോടെ പറഞ്ഞു, ഞാൻ ലീവ് ചോദിക്കാൻ പോയതായിരുന്നു. ആദ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ ലീവ് അനുവദിച്ചു. ഇനിയിപ്പോ 2 മാസം അയാളുടെ കീഴിൽ ജോലി ചെയ്യണം. എന്തൊക്കെയാണാവോ ഇനി കാണേണ്ടി വരുന്നത്. ഇന്ദു അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഓട്ടോയുടെ തുറന്ന വശത്തിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവള്. റോഡരികിലൂടെ ഓടിമാറുന്ന മരങ്ങളും വീടുകളും സന്ധ്യയുടെ മങ്ങിയ വെളിച്ചവും ഒന്നും അവൾക്ക് ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ മുഴുവൻ ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു. ഹരിശ്രീയിൽ ചെന്നിട്ട് ഞാൻ എങ്ങനെ ജാനകി അമ്മയുടെ മുന്നിൽ നിൽക്കും? ഓട്ടോ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു. അവരെ കാത്ത് ഹരിശ്രീയുടെ വലിയ ഗേറ്റ് ദൂരെ തെളിഞ്ഞു തുടങ്ങി. തുടരും. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.